ഇന്നിപ്പോൾ പുലർച്ചെ പ്രേക്ഷകരിലേക്ക് എത്തിയ വാർത്തയുണ്ടായിരുന്നല്ലോ. കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോമറിലിടിച്ച് കത്തി രോഗി മരിച്ച സംഭവം. ആ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ വേദനിപ്പിക്കുന്ന, നടുക്കുന്ന ദൃശ്യങ്ങളാണ്. അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വേഗതയുണ്ടായിരുന്നു. വന്ന് വളരെ വേഗം ആ ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു മറിയുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയായിരുന്നു സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് 3 മണി കഴിഞ്ഞ് 19 മിനിറ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. മിംസ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറിയത്. ആ സമയത്ത് അവിടെ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. താരതമ്യേന തിരക്കൊഴിഞ്ഞ സമയം തന്നെയാണ്. ആ സമയത്താണ് വാഹനം നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിലേക്ക് ഇടിക്കുകയും ഇടിച്ചതിന് ശേഷം വലിയൊരു അഗ്നിഗോളമായത് ആളിപ്പടരുകയുമായിരുന്നു. ട്രാൻസ്ഫോമർ പൂർണ്ണമായിട്ടും കത്തിപ്പോയി. അതിനുശേഷം ഈ ആംബുലൻസിലുണ്ടായിരുന്നവരിൽ പലരും പുറത്തേക്ക് തെറിച്ചുപോയി. പുറത്തേക്ക് തെറിച്ചുപോയ 6 പേരും രക്ഷപ്പെട്ടു. ഉള്ളിൽ ഈ സ്ട്രക്ചറിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്ന സുലോചനയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. സുലോചന ആംബുലൻസിൽ വെച്ച് തന്നെ വെന്തു മരിക്കുകയായിരുന്നു. ഒപ്പം ട്രാൻസ്ഫോമറിനും തീപിടിച്ചു. തൊട്ടടുത്തുള്ള 2 കടകൾക്കും തീപിടിച്ചിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആംബുലൻസ് ഇടിച്ച് മറിയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. നമുക്കൊപ്പം VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. പക്ഷേ അമിത വേഗതയിലായിരുന്നില്ല എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത്. പക്ഷേ നിയന്ത്രണം എന്തുകൊണ്ടോ വിട്ടുപോയി ഡ്രൈവർക്ക്. ഇടതുവശത്തുള്ള ട്രാൻസ്ഫോമർ ഇടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചാറ്റൽ മഴയും ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, സ്വാഭാവികമായിട്ടും ആ വളവിന്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ആയിരിക്കണം, ആ വളവിൽ അപരിചിതനായതുകൊണ്ടായിരിക്കണം ആ വളവ് നിയന്ത്രിക്കാനാവാതെയാണ് അദ്ദേഹം റോഡിന്റെ സൈഡിലേക്ക് ഇടിച്ച് കയറ്റുന്നു എന്നുള്ളതാണ് CCTV കാണുന്നത്. നേരത്തെ പറഞ്ഞ സമയത്തിൽ ഒരു അല്പം വ്യത്യാസമുണ്ട്. നേരത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞ് 2:30 മണി എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഈ CCTV ഫുട്ടേജിൽ നിന്ന് മനസ്സിലാവുന്ന 3:19 ഈ അപകടം നടക്കുന്നത്. ഈ അപകടം നടക്കുകയും ഈ വാഹനം ആംബുലൻസ് ഇടിച്ച് മറയുകയും ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആംബുലൻസ് ഇടിച്ച് മറഞ്ഞൊരു 5 മിനിറ്റിന് ശേഷമാണ് തീ പടരുന്നത്. അപ്പോൾ ആ തീ പടരുന്നതിനുള്ളിൽ മറ്റുള്ളവർക്ക് ആംബുലൻസിന് പുറത്ത് കടക്കാൻ സാധിച്ചു. ചിലർ തെറിച്ചു വീഴുകയും ചെയ്തു. എന്നാൽ ആംബുലൻസിനകത്ത് അവശനിലയിലായിരുന്ന ഈ സുലോചനയ്ക്ക് പുറത്ത് കടക്കാനായില്ല. സുലോചനയെ പുറത്തെടുക്കാനും സാധിച്ചില്ല. അതാണ് ഈ തീ പടർന്ന് പിടിക്കുകയും ഈ വെന്ത് മരിക്കുന്ന ഒരു ദാരുണമായ സംഭവത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, മറ്റ് ബാഹ്യമായ കാരണങ്ങളൊന്നുമില്ല. വണ്ടി ഈ ആംബുലൻസ് നേരെ വന്നും അവിടുത്തെ ആ ബിൽഡിങ്ങിന് അടുത്തുള്ള ഈ ഇതിലേക്ക് ട്രാൻസ്ഫോമറിന് അവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അതിനുശേഷം വണ്ടി മറഞ്ഞ ശേഷമാണ് ഇവരിറങ്ങിയ ശേഷമാണ് 5 മിനിറ്റിന് ശേഷമാണ് തീ കത്തുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. മാത്രവുമല്ല, ആ വണ്ടി ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ട്രാൻസ്ഫോമർ ഇടിച്ചതിന് തൊട്ടു പിന്നാലെ തൊട്ടപ്പുറത്തുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്ന് തീപ്പൊരി ചിതറുന്നതും നമുക്ക് കാണാം. പക്ഷേ അതിനുശേഷം ഒരു 3-4 മിനിറ്റിന് ശേഷമാണ് ട്രാൻസ്ഫോമർ പൂർണ്ണമായിട്ടും കത്തുന്നതും ട്രാൻസ്ഫോമറിനോടൊപ്പം ആംബുലൻസും പൂർണ്ണമായി കത്തിപ്പോകുന്നതും അതിലുണ്ടായിരുന്ന സുലോചന എന്ന രോഗിയും വെന്തുമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്യന്തം നിർഭാഗ്യകരമായ, നടുക്കുന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്.